അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികൾക്ക് കൊതി തട്ടിയാൽ എന്താണ് നാം ചെയ്യേണ്ടത്, കൊതി തട്ടിയാൽ എന്താണ് നാം മന്ത്രിക്കേണ്ടത് എന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒട്ടുമിക്ക കുട്ടികളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് കൊതി. മറ്റുള്ളവരുടെ കണ്ണീർ കാരണത്താൽ കുട്ടികൾക്ക് ചിലപ്പോൾ കൊതി തട്ടിയേക്കാം. അതുപോലെ ഭക്ഷണത്തിന്റെ പാകപ്പിഴവ് കൊണ്ടോ ദഹനക്ഷയം കൊണ്ടോ ഗ്യാസ് കയറി വയറ് സ്തംഭിച്ചാലോ കൊതി കിട്ടിയെന്ന് പഴമക്കാർ പണ്ട് പറയാറുണ്ട്. പക്ഷേ ഭക്ഷണത്തോട് താല്പര്യക്കുറവ് കാണിക്കുക, കൊടുക്കുന്ന ഭക്ഷണം തുപ്പിക്കളയുക, ഭക്ഷണം കൊടുക്കുന്ന സമയം കരയുക, ഇതെല്ലാം കുട്ടികൾക്ക് കൊതി തട്ടിയതിന്റെ ലക്ഷണങ്ങളാണ്. കുട്ടികളുടെ കൊതിക്കുള്ള ഏറ്റവും നല്ല പരിഹാരം കുട്ടികൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിച്ച് നൽകലാണ്. കുട്ടികൾക്ക് കൊതി തട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ, ശിഫ ലഭിക്കാൻ ഏറ്റവും നല്ല ഖുർആനിക ഒറ്റമൊലിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഭക്ഷണ സാധനത്തിൽ സൂറത്തുൽ ഫാത്തിഹ 7 തവണ, ആയത്തുൽ കുർസി 7 തവണ, സൂറത്തുൽ ആലിംറാനിലെ 18-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം എന്നത് 3 തവണ, സൂറത്തുൽ ഖുറൈശ് 7 തവണ, സൂറത്തുൽ കൗസർ 3 തവണ, സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ, സൂറത്തുൽ ഫലഖ് 3 തവണ, സൂറത്തുൻ നാസ് 3 തവണ. ഇതെല്ലാം ഏതെങ്കിലും ഭക്ഷണ സാധനത്തിൽ മന്ത്രിച്ച് കുട്ടിക്ക് കൊടുക്കുക. ഇങ്ങനെ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൊതി പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്, ശിഫയാകുന്നതാണ്. അതല്ല, ഇനി സൂറത്തുൽ ഖുറൈശ് മാത്രം 21 തവണ ഭക്ഷണ സാധനത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ ഭക്ഷണത്തിൽ സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കൊതി പോലുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊതി പോലുള്ള, കണ്ണീർ പോലുള്ള മാരകമായ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട്, ശൈത്താന്റെ ഉപദ്രവങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.